Electrolytes used in replacement therapies. Some of the salt are given sodium chloride, potassium chloride, potassium gluconate, calcium chloride, calcium lactate, calcium gluconate, dibasic calcium phosphate, tribasic calcium phosphate. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. നമുക്ക് പഠിക്കാനുള്ള ഇലക്ട്രോലൈറ്റ്സിൽ ഫസ്റ്റ് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. സീ വാട്ടറിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ റോക്ക് സോൾട്ട് ബെഡ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രിൽ ചെയ്തെടുക്കാം. ഇതിനെയൊക്കെ പ്യൂറസ്റ്റ് ഫോം ഓഫ് സോൾട്ട്, നമുക്ക് കിട്ടേണ്ട സോൾട്ടിൻ്റെ പ്യൂറസ്റ്റ് ഫോം, ആ ഒരു പ്യൂറസ്റ്റ് ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടിയ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന സോൾട്ട് HCl ഗ്യാസുമായിട്ട് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. HCl ഗ്യാസിൽ HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്, അതിൽ നിന്ന് നമുക്ക് സെൻട്രിഫ്യൂഗ് ചെയ്ത് ഡ്രൈ ചെയ്ത് അങ്ങനെ എടുക്കാം നമുക്ക് സോഡിയം ക്ലോറൈഡ്. ഇനി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സോഡിയം ക്ലോറൈഡിൻ്റെ എന്ന് പറയുമ്പോൾ കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ക്യൂബ്സ് ആണ്, വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡേഴ്സ് ആണ്, ഓഡർലെസ് ആണ്, സലൈൻ ടേസ്റ്റ് ആണ്, പിന്നെ എന്താണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്. എന്തൊക്കെയാണ്? ഹൈഗ്രോസ്കോപ്പിക് ആണ്, വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പൗഡേഴ്സ് ആണ്, കളർലെസ് ആയിരിക്കും, വൈറ്റ് ഓർ കളർലെസ്, ട്രാൻസ്പെറൻറ്റ്. ഓക്കെ. പിന്നെ സലൈൻ ടേസ്റ്റ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സലൈൻ ടേസ്റ്റ് ഉണ്ട്. പ്രസൻസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് മഗ്നീഷ്യം ഓർ കാൽസ്യം ക്ലോറൈഡ്, സ്ലൈറ്റ്ലി സോളുബിൾ ഇൻ ആൽക്കഹോൾ, ഫ്രീലി സോളുബിൾ ഇൻ വാട്ടർ. ഇനി ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഇത് ലിമിറ്റ് ടെസ്റ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്, ലിമിറ്റ് ടെസ്റ്റിൽ പഠിച്ചതാണ്. സോഡിയം ക്ലോറൈഡ്, അതായത് ക്ലോറൈഡ് അയണും സിൽവർ നൈട്രേറ്റൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് HNO3, അങ്ങനെയല്ല ഒന്ന് പഠിച്ച്, HNO3 ഇറ്റ് ഗീവ്സ് സിൽവർ ക്ലോറൈഡ്. ഇനി സോഡിയം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HClഉം സോഡിയം സൾഫേറ്റും കിട്ടും. സോഡിയം സൾഫേറ്റ്. സോഡിയം ക്ലോറൈഡും മാംഗനീസ് ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡോട് റിയാക്ട് ചെയ്യുമ്പോൾ മാംഗനീസ് സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ്, വാട്ടർ, ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും ഈ ഒരു റിയാക്ഷനിൽ. 3 റിയാക്ഷനാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ലിമിറ്റ് ടെസ്റ്റ് ആണ്. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റോട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HClഉം സോഡിയം സൾഫേറ്റും കൂടെ ഫോം ചെയ്യുന്നു, സോഡിയം സൾഫേറ്റും. എന്നാൽ ഈ ഒരു സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡിനകത്തോട്ട് മാംഗനീസ് ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ക്ലോറിൻ, വാട്ടർ, സോഡിയം സൾഫേറ്റ്, മാംഗനീസ് സൾഫേറ്റ്. ഇതിൻ്റെ ആസേ. അതിനു മുന്നേ സോഡിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ പറയാം. സോഡിയം ക്ലോറൈഡ് സീ വാട്ടറിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ റോക്ക് സോൾട്ടിൽ നിന്ന് നമുക്ക് ഡ്രിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പ്യൂരസ്റ്റ് ഫോം, സോൾട്ടിൻ്റെ പ്യൂരസ്റ്റ് ഫോം കിട്ടണം എന്നുണ്ടെങ്കിൽ പാസിങ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പാസിങ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഇൻറ്റു എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോൾട്ട്. Very pure sodium chloride is precipitated out. The crystals are centrifuged and dried. എങ്ങനെയാണ് നമുക്ക് പ്യൂറസ്റ്റ് ഫോം ഓഫ് സോൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ബൈ പാസിങ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഇൻറ്റു എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോൾട്ട്. സോൾട്ടിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ പാസ് ചെയ്യുമ്പോൾ പ്യൂറസ്റ്റ് ഫോം ഓഫ് സോൾട്ട് കിട്ടുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ കളർലെസ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതായിരിക്കാം, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പൗഡർ ആയിരിക്കും. പിന്നെ എന്താണ്, ഓഡർലെസ്, സലൈൻ ടേസ്റ്റ് ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിക് ആണ്. പിന്നെ സോളുബിൾ ഇൻ വാട്ടർ, സ്ലൈറ്റ്ലി സോളുബിൾ ഇൻ ആൽക്കഹോൾ. ആദ്യം ലിമിറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. അതായത് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റോട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് വരുന്നു. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും സോഡിയം ക്ലോറൈഡോട് റിയാക്ട് ചെയ്യുമ്പോൾ HCl പ്ലസ് സോഡിയം സൾഫേറ്റ്.
ഈ ഒരു റിയാക്ഷനകത്തോട്ട് മാംഗനീസ് ഡയോക്സൈഡോട് റിയാക്ട് ചെയ്യണമെങ്കിൽ സോഡിയം ക്ലോറൈഡ് മാംഗനീസ് ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് സോഡിയം ക്ലോറൈഡ് മാംഗനീസ് ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാംഗനീസ് സൾഫേറ്റ് സോഡിയം സൾഫേറ്റ് വാട്ടർ ക്ലോറിന് അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഈ ഒരു റിയാക്ഷനകത്ത് മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ വാട്ടറും ക്ലോറിന് മാംഗനീസ് സൾഫേറ്റ് സോഡിയം സൾഫേറ്റ് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഇതിൻ്റെ അസേ എന്ന് പറയുമ്പോൾ മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡാണ്. ഈ സോഡിയം ക്ലോറൈഡിനകത്തോട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റോട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു സിൽവർ ക്ലോറൈഡായിട്ട് മാറുന്നു. ഈ ഒരു സിൽവർ ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് കോട്ട് ചെയ്യുന്നു ഡൈബ്യൂട്ടൈൽ ഫ്താലേറ്റ്, അതായത് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ടൈട്രേഷനിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡൈബ്യൂട്ടൈൽ ഫ്താലേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു കോട്ട് ചെയ്യുന്നു. വിത്ത് ദ ടൈട്രേഷൻ ഓഫ് എക്സസ് സിൽവർ നൈട്രേറ്റ് വിത്ത് 0.1 m അമോണിയം തയോസൈനേറ്റ് ആസ് ടൈട്രൻറ്റ് എന്താണ് അമോണിയം തയോസൈനേറ്റ്. ഓക്കെ, സിൽവർ ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റോട് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ സിൽവർ ക്ലോറൈഡിനെ എന്ത് ചെയ്യുന്നു അതിന് മുന്നേ ഇത് അസിഡിഫൈ ചെയ്യുന്നുണ്ട് നൈട്രിക് ആസിഡ് വെച്ചിട്ട് അസിഡിഫൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്യുന്നത്. സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ആസിഡിഫൈഡ് ആയിട്ടിരിക്കുമ്പോൾ സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഡൈബ്യൂട്ടൈൽ ഫ്താലേറ്റ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു ഇൻ്റർഫിയർ ചെയ്യുന്ന ഈ സിൽവർ ക്ലോറൈഡിനെ എന്ത് ചെയ്യുന്നു ഒന്ന് കോട്ട് ചെയ്ത് മാറ്റുന്നു ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു അമോണിയം തയോസൈനേറ്റ് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അമോണിയം തയോസൈനേറ്റ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് ഫെറിക് അമോണിയം സൾഫേറ്റ് ആസ് ഇൻഡിക്കേറ്റർ. ടൈട്രൻറ്റ് 0.1 m അമോണിയം തയോസൈനേറ്റ്. ഓക്കെ, ഇതാണ് മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡ്. യൂസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സോൾട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറയുമ്പോൾ അതായത് സോൾട്ടിൻ്റെ ഇത് കുറയുമ്പം ഡെഫിഷ്യൻസി ഓഫ് സോഡിയം ക്ലോറൈഡ് ലീഡ്സ് ടു സോൾട്ട് ഹങ്കറിലേക്ക് എന്ത് ചെയ്യുന്നു ലീഡ്സ് ടു. ഓക്കെ, അതും ഉണ്ടാകും. സോൾട്ട് ഹങ്കർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കുണ്ടാകും. എന്താണ് അസേ പറഞ്ഞത്? അസേ എന്ന് പറയുമ്പം എന്താണ് അസേ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈട്രൻ്റ് ഏതാണ് അത്ര അറിഞ്ഞിരിക്കുക. ടൈട്രൻ്റ് അമോണിയം തയോസൈനേറ്റ്, ഇൻഡിക്കേറ്റർ ഫെറിക് അമോണിയം സൾഫേറ്റ്. സോഡിയം ക്ലോറൈഡ് ആസിഡിഫൈ ചെയ്യുന്നു നൈട്രിക് ആസിഡ് വെച്ചിട്ട്, പിന്നെ സിൽവർ നൈട്രേറ്റ് വെച്ച് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ സിൽവർ ക്ലോറൈഡിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈബ്യൂട്ടൈൽ ഫ്താലേറ്റ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു അമോണിയം തയോസൈനേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ടൈട്രേറ്റ് ചെയ്യുന്നു. ഫെറിക് അമോണിയം സൾഫേറ്റ് വെച്ചിട്ട് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗായ്സ്.